ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃത മഹാഭാരത സംഗ്രഹം, കടപ്പാട് ശ്രീ സായി പബ്ലിക്കേഷൻസ്, പാൽക്കുളങ്ങര. അപ്പോൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ചവനൻ്റെ കഥയാണ്. അപ്പോൾ കഥയിൽ ചോദ്യമില്ല, നമുക്ക് കേൾക്കാം. ചവനൻ. ബ്രഹ്മപുത്രനായ ഭൃഗുമുനിയുടെ പത്നി കർദമ പ്രജാപതിയുടെ പുത്രിയായ ഖ്യാതിയായിരുന്നു. ഖ്യാതിക്ക് പുലോമ എന്നും പേരുണ്ടായിരുന്നു. ഒരിക്കൽ ഭൃഗുമുനി കുളിക്കാൻ പോയ വേളയിൽ പുലോമൻ എന്ന രാക്ഷസൻ ആശ്രമത്തിലെത്തി. മുനിപത്നിയായ പുലോമ അതിഥിയെ സൽക്കരിച്ചിരുത്തി. പുലോമന് സുന്ദരിയായ പുലോമയെ കണ്ടപ്പോൾ അഭിനിവേശം തോന്നി. എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണമെന്ന് ആ രാക്ഷസൻ തീരുമാനിച്ചു. പുലോമയോട് അവളുടെ കുട്ടിക്കാലം മുതൽക്കേ രാക്ഷസന് താല്പര്യമായിരുന്നു. അവൾ ഭൃഗുവിൻ്റെ പത്നിയായി തീർന്നുവെങ്കിലും അവന് അവളിലുള്ള മോഹം കെട്ടടങ്ങിയില്ല. യാദൃച്ഛികമായി കണ്ടുമുട്ടിയപ്പോൾ ഉള്ളിൽ നീറി കിടന്നിരുന്ന വികാരം കത്തിയെരിഞ്ഞു. അവളെ അപഹരിക്കുവാൻ തന്നെ അവൻ ഉറച്ചു. പുലോമയാണെങ്കിൽ ഗർഭിണിയും ഏകാകിയും ഹോമകുണ്ഡത്തിൽ എരിഞ്ഞിരുന്ന അഗ്നി മാത്രമുണ്ട് പുലോമയ്ക്ക് ഒരു കൂട്ടായി. പുലോമൻ അഗ്നിയോട് ചോദിച്ചു, അല്ലയോ അഗ്നി, ഇവളുടെ കുട്ടിക്കാലത്ത് തന്നെ ഇവളെ ഞാൻ പത്നിയായി വരിച്ചിരുന്നു. പിൽക്കാലത്ത് ഇവളുടെ അച്ഛൻ അന്യായമായി ഭൃഗുവിന് ഇവളെ നൽകുകയായിരുന്നു. സത്യത്തിൽ ഇവൾ എൻ്റെ പത്നിയല്ലേ? അഗ്നി കുഴങ്ങി. എന്താണ് പറയുക? ഒടുവിൽ പുലോമൻ നിർബന്ധിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഇവളെ അങ്ങ് തന്നെയാണ് ആദ്യം വരിച്ചതെങ്കിൽ വിധിപ്രകാരം വിവാഹം ചെയ്തു കൊടുത്തത് ഭൃഗുവിനാണ്. ഇത് കേട്ട് പുലോമൻ ആശ്രമത്തിനുള്ളിലേക്ക് കടന്നു ചെന്ന് യുവതിയും സുന്ദരിയുമായ പുലോമയെ കടന്നു പിടിച്ചുകൊണ്ട് ഓടി. സംഭീതയായ പുലോമ ഇടയ്ക്ക് വെച്ച് പ്രസവിച്ചുപോയി. പുറത്തു വീണ കുട്ടി തൻ്റെ അമ്മയെ ഉപദ്രവിച്ച രാക്ഷസനെ കോപത്തോടെ ഒന്ന് നോക്കി. ആ രൂക്ഷമായ നോട്ടത്തിൽ രാക്ഷസൻ ദഹിച്ച് ചാമ്പലായി. പുലോമ കുട്ടിയെയും എടുത്തുകൊണ്ട് ഭൃഗുവിൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു മടങ്ങി. വഴിക്ക് വെച്ച് ബ്രഹ്മാവിനെ കണ്ടു. ബ്രഹ്മാവ് പുലോമയെ സമാശ്വസിപ്പിച്ചു. മാതൃഗർഭത്തിൽ നിന്ന് വഴുതി വീണവനായതുകൊണ്ട് കുട്ടിക്ക് ചവനൻ എന്ന പേരും നൽകി. ആശ്രമത്തിലെത്തി ഭൃഗുമുനിയോട് അവൾ വിവരമെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവളോട് ചോദിച്ചു, നീ എൻ്റെ ഭാര്യ എന്ന് ആ രാക്ഷസനോട് ആരാണ് പറഞ്ഞത്? അഗ്നിഭഗവാനാണ് പറഞ്ഞത്. പുലോമ മറുപടി നൽകി. ഭൃഗുവിന് അഗ്നിയോട് കോപം തോന്നി. അദ്ദേഹം അഗ്നിയെ ശപിച്ചു. ശുദ്ധഭേദമില്ലാതെ എല്ലാം ഭക്ഷിച്ച് നീ മലിനപ്പെട്ടു പോകട്ടെ. അഗ്നി മഹർഷിയോട് ചോദിച്ചു, വിധിപുത്രനായ അങ്ങ് എന്നെ ശപിച്ചത് ശരിയായില്ല. ഞാൻ സത്യം പറഞ്ഞതാണോ എൻ്റെ അപരാധം? ലോകോപകാരിയായ തന്നെ ശപിച്ചതിനെ പ്രതികാരം ചെയ്യുവാൻ ഉറച്ചുകൊണ്ട് അഗ്നി ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷനായി. അഗ്നിയുടെ തിരോധാനം കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. യാഗങ്ങളും ഹോമങ്ങളും മുടങ്ങി. ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാതെയായി. വെളിച്ചം തന്നെ ഇല്ലാതെയായി. മഹർഷികളും ബ്രാഹ്മണരും രാഗത്തന്നെയും വിഷമിച്ചു. യജ്ഞലാഭം ലഭിക്കാതെ ദേവകളും വലഞ്ഞു. എല്ലാവരും കൂടി ബ്രഹ്മാവിനെ കണ്ടു. സങ്കടമുണർത്തിച്ചു. ബ്രഹ്മാവ് അഗ്നിയെ വിളിച്ചു വരുത്തി ഇപ്രകാരം അറിയിച്ചു, ശാപം അങ്ങേക്കിനിമേൽ ബാധകമല്ല. അങ്ങയുടെ സ്പർശം കൊണ്ട് എന്തും ശുദ്ധമായിത്തീരും. അങ്ങ് ലോകത്തിലേക്ക് മടങ്ങിയാലും. അഗ്നി സന്തുഷ്ടനായി ഭൂമിയിലേക്ക് മടങ്ങി. ചവനൻ വളർന്ന് അച്ഛനെപ്പോലെ ഉത്കൃഷ്ടനായ ഒരു സന്യാസിയായി തീർന്നു. അദ്ദേഹം വലിയ ജ്ഞാനിയും മഹാനുമായിരുന്നു. ഒരിക്കൽ ചവനൻ ഗംഗയുടെ അഗാധത്തിൽ മുങ്ങിക്കിടന്ന് ഒരു വ്രതം അനുഷ്ഠിക്കുകയായിരുന്നു. ഗംഗയിൽ വലയിട്ട മുക്കുവരുടെ വലയിൽ ഉടക്കി മുക്കുവർ അദ്ദേഹത്തെ മത്സ്യമെന്ന് കരുതി വലിച്ച് കരയ്ക്ക് കയറ്റി. ഇതിന് പകരം മനുഷ്യൻ വലയിൽ കുടുങ്ങിയ വിവരം അന്നത്തെ രാജാവായിരുന്ന നഹുഷൻ അറിഞ്ഞു. മുനിയെ തനിക്ക് നൽകിയേക്കൂ, എന്ത് പ്രതിഫലം വേണമെങ്കിലും നൽകാമെന്ന് രാജാവ് മുക്കുവരെ അറിയിച്ചു. ഇത് കേട്ട് എന്ത് വില കൊടുക്കും എന്ന് ചവനൻ രാജാവിനോട് ചോദിച്ചു. ഒരു രാജ്യം കൊടുക്കാം എന്ന് രാജാവ് പറഞ്ഞു. തനിക്ക് ഒരു രാജ്യത്തിൻ്റെ വിലയേ ഉള്ളൂ എന്നും അതുപോരാ എന്നായി ചവനൻ. ഒടുവിൽ തൻ്റെ സാമ്രാജ്യവും സിംഹാസനവും പോലും കൊടുക്കാമെന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ ചവനൻ പറഞ്ഞു, രാജൻ, എൻ്റെ വില നിശ്ചയിക്കുവാൻ അങ്ങ് ആരാണ്? ഇന്ദ്രപ്പട്ടം പോലും എൻ്റെ വിലയ്ക്ക് മതിയാവില്ല. അങ്ങ് ഈ മുക്കുവരോട് ഒരു നല്ല വാക്ക് പറയൂ. നല്ല വാക്കിൻ്റെ വിലയില്ല മറ്റൊന്നിനും. ലജ്ജിതനായ രാജാവ് മുക്കുവരോട് വിനീതനായി നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ പ്രീതിപ്പെടുത്തി. അപ്പോൾ ചവനൻ പറഞ്ഞു, മതി, എൻ്റെ വില അങ്ങ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ചവനൻ മുക്കുവർക്ക് തത്വോപദേശങ്ങൾ നൽകി അവരെ മോക്ഷപ്രാപ്തിക്ക് അർഹമാക്കി തീർത്തു. അങ്ങനെ
ആശ്രിത വാത്സല്യവും ദീന അനുകമ്പയുമുള്ള ഒരു മഹാപ്രഭാവനായിരുന്നു ചവനൻ. അപ്പോൾ ഈ കഥ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമസ്കാരം.